ഹലോ ഫ്രണ്ട്സ്, അപ്പൂസ് ആൻഡ് അച്ചൂസ് വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയണത് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ സാമ്പാർ വയ്ക്കാമെന്നാണ്. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് ടിപ്പൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പരിപ്പ് നന്നായി കഴുകി കുക്കറിലിട്ട് വെള്ളമൊഴിച്ച് അതിലേക്ക് 3 കഷ്ണം കായം ഇടുന്നുണ്ട്. അത് നല്ല മണമുള്ള നല്ല കായം വേണം ഇടാൻ, എന്നാലാണ് അത് വെന്ത് കഴിയുമ്പോൾ നല്ല മണമൊക്കെ ഉണ്ടാവുള്ളൂ സാമ്പാറിന്. അപ്പോൾ അത് ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ട് കുറച്ച് സാമ്പാർ പൊടി, കുറച്ച് ഒരു 1/2 ടീസ്പൂണ് സാമ്പാർ പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുക്കർ അടപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഏറ്റവും ചെറിയ തീയിലാണ് പരിപ്പ് വേവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്ങനെ നമുക്ക് ഗ്യാസ് ലാഭിക്കാം എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതാ ചെറിയ തീയിൽ ഒരു വിസിൽ അടിച്ചപ്പോൾ തന്നെ നമുക്ക് പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇടുന്നത് പച്ചപ്പയർ, ഉരുളൻകിഴങ്ങ്, സബോള, ചക്കക്കുരു, പിന്നെ തക്കാളി, മുരിങ്ങക്കായ, ഇതൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നാടൻ തക്കാളിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഇട്ട് കൊടുക്കരുത്. നാടൻ തക്കാളി അല്ലാത്ത തക്കാളി ഇല്ലേ, അത് ആണ് ഈ പച്ചക്കറിയുടെ കൂടെ നമ്മൾ വേവിക്കാൻ ഇടേണ്ടത് കേട്ടോ. നാടൻ തക്കാളിയാണെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കരുത്, അത് ഞാൻ പറയാം. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമ്മൾ അടുപ്പത്ത് വേവിക്കാൻ വെച്ചു, ചെറിയ തീയിൽ തന്നെ വേവിക്കാൻ വെച്ചത്. അങ്ങനെ വേവിക്കാൻ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ആവിയൊക്കെ വന്നു തുടങ്ങി സൈഡിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ ആവിയൊക്കെ വന്ന സമയത്ത് ഞാൻ തീ ഓഫാക്കി. വിസിലടിച്ചില്ല, അതിന് മുന്നേ ഇതുപോലെ ആവി വന്നപ്പോൾ ഞാൻ തീ ഓഫാക്കി. ഇനി നമ്മൾ പുളി ആവശ്യത്തിനുള്ള പുളി എടുക്കുക. അപ്പോൾ ചിലരുടെ പുളി നല്ല പുളി ഉണ്ടാവും, ചിലരുടെ പുളി കുറവായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ തരത്തിന് നിങ്ങൾ പുളി എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് വയ്ക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി നന്നായിട്ട് അലിഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ പച്ചക്കറി നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെണ്ടക്കായ മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് വേണം, നാടൻ തക്കാളിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാടൻ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പുളി നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നന്നായി പുളി ഇറങ്ങിയിട്ടുണ്ടാവും ഇങ്ങനെ ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മൾ പുളി നന്നായി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഇളക്കി അടുപ്പത്ത് വയ്ക്കണം കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണ്ടേ. അപ്പോൾ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തു, നന്നായി വെന്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് മാറ്റി വയ്ക്കുക. ഇത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഇതിനെ കാച്ചണം, സാമ്പാർ കാച്ചണം. അപ്പോൾ കാച്ചാൻ ആവശ്യമായിട്ട് ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം വേണം നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കാൻ. അത് അധികം ഉലുവ ഇടരുത്, 4 മണി ഉലുവ മാത്രമേ ഇടാൻ പാടുള്ളൂ. അധികം ഉലുവ ഇട്ട് കഴിഞ്ഞാൽ അത് കക്കും, കറി കക്കും. അപ്പോൾ 4 മണി ഉലുവ ഇട്ട് കൊടുക്കുക, 2 വറ്റൽമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഓഫാക്കുക. തീ ഓഫാക്കിയതിന് ശേഷം വേണം നമ്മൾ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂണ് സാമ്പാർ പൊടി എണ്ണ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ തരത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 ടീസ്പൂണ് സാമ്പാർ പൊടി, തീ ഓഫാക്കിയതിന് ശേഷമാണ് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തത്. ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കഴിഞ്ഞപ്പോൾ അതൊരു മൂത്ത മണമൊക്കെ വരും. ആ മൂത്ത മണം വന്നതിന് ശേഷം നമ്മൾ സാമ്പാറിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളത് നന്നായി ഇളക്കുക. എല്ലാ ഭാഗത്തേക്കും ആ സാമ്പാർ പൊടിയുടെ ഇതും കാച്ചി ഇതൊക്കെ എല്ലായിടത്തേക്കും ആവണമല്ലോ. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.